ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണം. ഞാൻ വീഡിയോ ഇട്ടിട്ട് കുറേ ദിവസമായി. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് കുറച്ച് ഹോസ്പിറ്റൽ കേസൊക്കെ ഉണ്ടായിരുന്നു. ചേച്ചി മെഡിക്കൽ കോളേജിലിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ചെറുതായിട്ടൊരു പനിയൊക്കെ പിടിച്ച് അങ്ങനെ ക്ഷീണവും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് പിന്നെ മടിയും ഒക്കെ കഴിഞ്ഞ്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഒരു സ്കിന്നിന് നല്ല കളറ് കിട്ടാനും നല്ല എന്താ പറയുക ആൻറ്റി ഏജിങ് ആയിട്ട്, അതുപോലെ തന്നെ നമ്മുടെ കരിമംഗല്യം, അതുപോലെ തന്നെ എന്താ പറയുക, അങ്ങനെ പ്രത്യേകിച്ച് നമ്മൾ എടുത്തു പറയേണ്ട കാര്യമില്ല. ഉപയോഗിക്കുകയാണെങ്കിൽ ബെസ്റ്റായിട്ട്, അതായത് എല്ലാ ഫേസ് പാക്കിലും അതുപോലെ തന്നെ ഫേസ് ഓയിലില്ലേ, ഓയിലും ഇടുന്ന ഒരു സാധനമാണ് ഇരട്ടി മധുരം. ഈ ഇരട്ടി മധുരം നമ്മൾ ഈ സ്വരം നന്നാവാനും തൊണ്ട നന്നാവാനും വയറിൻ്റെ പ്രശ്നങ്ങൾക്കൊക്കെ നമ്മൾ കഴിക്കാറുണ്ട്. പക്ഷേ ഇതിലേക്ക് ഞാൻ എങ്ങനെയാണ് എത്തിച്ചത് എനിക്കറിയില്ല. ഈ ഇരട്ടി മധുരം എന്ന് പറയുന്ന സംഭവം സ്കിന്നിന് വേണ്ടിയിട്ട് ഉപയോഗിക്കും, ഫേസ് പാക്കായിട്ട് ഉപയോഗിക്കുമെന്ന് എനിക്കറിയില്ല. സ്കിന്നിൻ്റെ ഓയിലൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടോ? അതിലിങ്ങനെ ഒരു ഇത്ര നീളമുള്ള ചെറിയൊരു കമ്പ് പോലത്തെ ഒരു സാധനം ഉണ്ടോ? ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് ഇത് എന്തെന്നാണ് ഈ കമ്പ് എന്നുള്ളത്. എന്നിട്ട് ചില വീഡിയോസിൽ അത് അവർ ചതച്ച് പൊടിച്ച് ചേർക്കും, അല്ലെങ്കിൽ അതിൻ്റെ പൊടിയായിരിക്കും ഇടുക. അതാണ് ഇരട്ടി മധുരം. അപ്പം ഇതിന് ഈ ഒരു സാധനം സ്കിന്നിന് വളരെയധികം നല്ലതാണ്. അപ്പം അത് ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന ഒരു പാക്കാണ് നമ്മളിന്ന് ചെയ്ത് നോക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സാധനം നമുക്ക് പല രീതിയിൽ അപ്ലൈ ചെയ്യാം. അപ്പം ഞാൻ ചെയ്ത് കാണിക്കുന്ന രീതി കുറച്ച് നീളമുള്ള രീതിയാണ്. നമുക്കിത് പല രീതിയിൽ അപ്ലൈ ചെയ്യാം, പല സാധനത്തിൻ്റെ കൂടെ അപ്ലൈ ചെയ്യാം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിനുണ്ടാവുന്ന ബ്ലാക്ക് സെല്ലുണ്ട്. ഈ നമ്മുടെ സ്കിന്ന് ഇങ്ങനെ കറുത്തായിട്ട് വരുമല്ലേ, കറുപ്പായിട്ട് വരും. ആ സ്കിന്ന് പോയിട്ട് വേറെ പുതിയ സ്കിന്ന് വരുന്നതാണ് പറയുന്നത്. അത് നമ്മൾ വെയിൽ കൊണ്ട് കരിവാളിച്ച് ഭയങ്കര ഡള്ളായിട്ടൊക്കെ വരുമ്പം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ പിഗ്മെൻറ്റേഷൻ നന്നായിട്ട് മാറും. അപ്പം കുറേ വഴികളുണ്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന്. ഒന്നെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓട്സ് ഇല്ലേ, നിങ്ങളെ വീട്ടിൽ ഈ ഷുഗറിൻ്റെ പ്രശ്നങ്ങളും അതുപോലെ തന്നെ ഡയറ്റൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് വീട്ടിലുണ്ടാവും ഓട്സ് കുറച്ച് പാലെടുത്തിട്ട് നന്നായിട്ട് അതിൽ വേവിക്കുക. അതിനുശേഷം അതിലേക്ക് കുറച്ച് തേനൊഴിക്കുക, അതിലേക്ക് ഈ ഇരട്ടി മധുരം ചേർക്കുക. എന്നിട്ട് അത് മിക്സ് ചെയ്തിട്ട് പാക്കായിട്ട് മുഖത്ത് നന്നായിട്ട് ഇട്ടതിന് ശേഷം കഴുകി കളയുക. കഴുകുമ്പം ഞാൻ ഇപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾ ചെറിയ ലൈറ്റ് ചൂടുവെള്ളത്തിൽ കഴുകുക. അപ്പം നമുക്ക് ആദ്യം ചെയ്യേണ്ടത്, ഈ പാത്രത്തിൽ ഞാൻ കുറച്ച് കോഫി പൗഡർ, പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നാരങ്ങ നീര് ചേർക്കുക. എന്നിട്ട് മിക്സ് ചെയ്യാം. ഈ കോഫി സ്ക്രബ് ഞാൻ മുന്നൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എങ്ങനെ ചെയ്യേണ്ടതെന്ന് അറിയില്ലെങ്കിൽ അത് ജസ്റ്റ് എടുത്ത് വെക്കുക. അത് ചെയ്തിട്ട് മുഖത്ത് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. സ്ക്രബ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തുള്ള ഡെഡ് സ്കിന്നൊക്കെ പോകും. അതിന് ശേഷം നമുക്ക് പാക്ക് അപ്ലൈ ചെയ്യണ്ടേ. അപ്പോൾ ആദ്യം നമുക്ക് ഇത് ചെയ്യാം. അപ്പോൾ നമുക്ക് മുടിയുള്ള ആൾക്കാരാണെങ്കിൽ മുടിയൊക്കെ ബാക്കിലേക്ക് നന്നായിട്ട് കെട്ടി വയ്ക്കുക. നമ്മുടെ മുടിയിലൊന്നും ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് തയ്യാറാക്കിയ സ്ക്രബ്ബർ മുഖത്ത് നന്നായിട്ട് അപ്ലൈ ചെയ്യാം. ഇങ്ങനെ ആദ്യം തന്നെ നമ്മൾ മുഖം നന്നായിട്ട് സ്ക്രബ് ചെയ്ത് അതിലെ ഡെഡ് സെൽസ് ഒക്കെ പോയി കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് നമ്മളിടുന്ന പാക്കിലെ ആ ഒരു ഗുണം നല്ല രീതിയിൽ നമ്മുടെ സ്കിന്ന് പെട്ടെന്ന് അബ്സോർബ് ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം മുഖം നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. മഞ്ഞളടങ്ങിയിട്ടില്ലാത്ത എല്ലാ ഫേസ് പാക്കും സ്ക്രബ്ബറും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും പുരുഷന്മാർക്കും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ അത് കഴുകി കളഞ്ഞു. അപ്പോൾ തന്നെ മുഖമൊന്ന് വൃത്തിയായില്ലേ. നമ്മൾ ഈ കോഫി പൗഡറും പഞ്ചസാരയും നാരങ്ങയൊക്കെ മിക്സ് ചെയ്ത് തേച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കരിവാളിപ്പും പിഗ്മെൻറ്റേഷനൊക്കെ മാറും. അപ്പോൾ നമ്മൾ ഇപ്പം എന്തിനാണ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഡെഡ് സ്കിന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പാക്ക് ഇടുമ്പം അത് അബ്സോർബ് ചെയ്യാൻ കുറച്ചും കൂടി ഈസി ആയിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം സ്ക്രബ് ചെയ്യുന്നത്. ഫ്ലിപ്കാർട്ടിലല്ല, മീഷോയിൽ കോഫി സ്ക്രബ് വാങ്ങാൻ കിട്ടും. ഞാനത് വാങ്ങി ഉപയോഗിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഞാൻ ഓൺലൈനായിട്ട് കുങ്കുമാതി തൈലം വാങ്ങിയിട്ടുണ്ട്. അത് ഞാനൊരു കുറച്ച് യൂസ് ചെയ്തിട്ട്
നമ്മൾ പുറത്തുനിന്ന് വാങ്ങുമ്പം നല്ല വിലയുണ്ട്. ഞാൻ ഓൺലൈനായിട്ട് മീഷോയിൽ നിന്നാണ് വാങ്ങിയത്. ഉപയോഗിച്ച് നോക്കിയിട്ട് ഞാൻ പറയാം. ഉപയോഗിച്ച് നോക്കിയിട്ട് പറയേണ്ട കാര്യമൊന്നുമില്ല, നിങ്ങൾക്കറിയാം. കുങ്കുമായുധയിലും ബെസ്റ്റാണ് സ്കിൻ കെയറിന്. ഞാൻ ഒരുപാട് കുറച്ച് പ്രായമായിട്ടുള്ള ആൾക്കാരൊക്കെ ഭയങ്കര യങ്ങായിട്ടിരിക്കുന്ന ആൾക്കാരൊക്കെ വീഡിയോ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ ഉപയോഗിക്കുന്നത് കുങ്കുമാതി തൈലാണ്. നമ്മൾ പുറത്തുനിന്ന് വാങ്ങുമ്പോൾ നല്ല പൈസ കൊടുക്കണം. 10 ml കണ്ട് 300 രൂപയോ അങ്ങനെ എന്താണ് അതിൻ്റെ റേറ്റ്. അപ്പം ഞാനത് ഉപയോഗിച്ച് നോക്കിയിട്ട് അതിൻ്റെ റിവ്യൂ എന്തായാലും ഇടുന്നതായിരിക്കും. അപ്പം നമുക്ക് ആ പാക്ക് അപ്ലൈ ചെയ്യാം. ഇപ്പം ഞാൻ ഉപയോഗിച്ചേക്കുന്നത് ഇരട്ടി മധുരത്തിൻ്റെ കൂടെ തേന് മിക്സ് ചെയ്തിട്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ കൂടെ ഇതില്ലേ റോസ് വാട്ടർ മിക്സ് ചെയ്തിട്ട് തേക്കാം. അപ്പം നമുക്കിത് മുഖത്ത് അപ്ലൈ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഫേസ് പാക്ക് തയ്യാറാക്കാം. ആദ്യം ഇരട്ടി മധുരം എടുക്കുക. ഇതിൻ്റെ വില 30 രൂപയാണ്. അത് പൊട്ടിച്ച് ഒരു പാത്രത്തിലേക്ക് മാറ്റുക. അതിലേക്ക് അല്പം തേൻ ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. അത് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ പൊടി വാങ്ങിയിട്ടാണ് മിക്സ് ചെയ്യുന്നതെങ്കിൽ അത് നല്ല സോഫ്റ്റ് പൊടിയായിരിക്കും. അത് തേനായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്താൽ മാത്രമേ നന്നായിട്ട് അത് ബ്ലെൻഡ് ആവുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ കൈ ഉപയോഗിച്ചിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മുഖത്തും കഴുത്തിലും വേണമെങ്കിൽ ചുണ്ടിൻ്റെ പിഗ്മെൻറ്റേഷനൊക്കെ പോകാൻ പറ്റുന്നവർക്ക് ചുണ്ടിലും തേച്ച് കൊടുക്കുക. അപ്പം നിങ്ങളിത് സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ എടുത്തു വെക്കേണ്ട ഒരു കാര്യം, ഒന്നെങ്കിൽ കഞ്ഞിവെള്ളം അല്ലെങ്കിൽ പനീർ എടുത്ത് വെക്കണം. പനീർ അതെന്താണെന്ന് വെച്ചാൽ ഇതൊന്ന് ജസ്റ്റ് വലിയ ഇത് ഭയങ്കര സോഫ്റ്റാട്ടോ, ഭയങ്കര സോഫ്റ്റ് പൊടിയാണ്. അപ്പം ഇതൊന്ന് വലിഞ്ഞ് കഴിയുമ്പോൾ ഇതൊന്ന് നമുക്കൊന്ന് മസാജ് ചെയ്ത് സ്ക്രബ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്, മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് കഞ്ഞിവെള്ളം അല്ലെങ്കിൽ പനീർ വേണം. അപ്പോൾ നമുക്കൊരു 20 മിനിറ്റ് വെച്ചിട്ട് ഇതൊന്ന് വലിയുന്ന വരെ വെയിറ്റ് ചെയ്യാം. ഏതാണ്ട് ഇത് വെരിഞ്ഞതിന് ശേഷം ഞാൻ ഒരു പാത്രത്തിൽ കഞ്ഞിവെള്ളമായിട്ട് എടുത്തേക്കുന്നത്. കഞ്ഞിവെള്ളം എടുത്തിട്ട് എനിക്ക് ഈ തേൻ പരട്ടിക്കഴിഞ്ഞാൽ എന്താ പ്രശ്നം വെച്ചാൽ ഉണങ്ങയില്ല, വലിയേയില്ല. ഈ മൂക്കിൻ്റെ സൈഡും ഈ ഭാഗമൊക്കെ എനിക്ക് എപ്പോഴും വിയർപ്പായിരിക്കും. അപ്പോൾ ഇതിങ്ങനെ വിയർത്തിട്ട് ഒഴുകാൻ തുടങ്ങും. അപ്പോൾ ഞാൻ കുറച്ച് സമയം വെച്ചിട്ട് നമുക്ക് ഇതിങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കാം. കഞ്ഞിവെള്ളം കേട്ടോ, കഞ്ഞിവെള്ളമാണ് എടുത്തേക്കുന്നത്. കഞ്ഞിവെള്ളം കൊണ്ട് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. കഞ്ഞിവെള്ളം അല്ലെങ്കിൽ പനിനീര്. അപ്പോൾ സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആയില്ലേ? എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ ചെയ്ത പാക്കുകൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പാക്കാട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഈ ഹണീൻ്റെ കൂടെ അത് മിക്സ് ചെയ്ത് തേക്കുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നൊരു ഗോൾഡൻ കളറാവും. പിന്നെ അത് കഴുകി കളയുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചെയ്ത് നോക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ഇട്ടിരുന്നവരെ നന്ദി.